രാജ്യത്തെ ഭീതിയിലാഴ്ത്തിയ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദി റെസിഡന്റ് ഫ്രണ്ട് സന്ദർശനത്തിനായി എത്തുന്നവർ ജമ്മുവിൽ അധിനിവേശം നടത്തുന്നുവെന്നും അതിനനുവദിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ആക്രമണം നടത്തിയതെന്നും ദി റെസിഡന്റ് ഫ്രണ്ട് പറഞ്ഞു. ലഷ്കർ ഇ ത്വയ്ബയുടെ ഉന്നത കമാൻഡറായ സൈഫുള്ള കസൂരിയാണ് കൂട്ടക്കൊലയുടെ സൂത്രധാരനെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആക്രമണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ദി റെസിഡന്റ് ഫ്രണ്ട് നടത്തിയ പ്രസ്താവന ഇങ്ങനെ പറയുന്നു. കശ്മീരിൽ 85,000-ത്തിലധികം വാസസ്ഥലങ്ങൾ തദ്ദേശീയരല്ലാത്തവർക്ക് നൽകി. ഇത് ഇന്ത്യൻ അധിനിവേശ ജമ്മു കാശ്മീരിൽ ജനസംഖ്യാപരമായ മാറ്റത്തിനുള്ള വഴിയൊരുക്കി. തദ്ദേശീയരല്ലാത്തവർ വിനോദസഞ്ചാരികളായി വേഷമിടുകയും ഭൂമി കൈയടക്കുകയും ചെയ്യുന്നു. നിയമവിരുദ്ധമായി ജമ്മുവിന്റെ പല മേഖലകളിലും അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ഇനിയും അക്രമം നടത്തും. പാകിസ്ഥാൻ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയുടെ ഉപസംഘടനയാണ് ദി റെസിഡന്റ് ഫ്രണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 2019 ജമ്മുവിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതിന് പിന്നാലെ രൂപപ്പെട്ടു വന്ന സംഘടനയാണ് ഇത് എന്ന് NIA ആരോപിക്കുന്നു. 2019 സെപ്റ്റംബറിലാണ് ദി റെസിഡന്റ് ഫ്രണ്ട് രൂപീകരിക്കുന്നതെന്നും NIA. ഷെയ്ഖ് സജ്ജാദ് ഗുല്ലാണ് സംഘടനയുടെ സുപ്രീം കമാൻഡർ. ആദ്യഘട്ടത്തിൽ സൈനിക സംഘാംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്നത് ഹെസ്ബുള്ള മുജാഹിദീനിൽ നിന്നും ലഷ്കർ ഇ ത്വയ്ബയിൽ നിന്നും ഒക്കെയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ദി റെസിഡന്റ് ഫ്രണ്ടിന്റെ സ്ഥാപകൻ ഷെയ്ഖ് സജ്ജാദ് ഗുൽ 1974 ഒക്ടോബർ 10 ശ്രീനഗറിലാണ് ജനിക്കുന്നത്. ഗുല്ലിനെ 2022 രാജ്യം ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. 2022 ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട 172 തീവ്രവാദികളിൽ 108 പേരും TRFുമായി ബന്ധപ്പെട്ടവരാണെന്നാണ് റിപ്പോർട്ടുകൾ. 2023 ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം UAPA പ്രകാരം TRFിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച് നിരോധിച്ചതാണ്. TRFിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും എതിരായാണ് പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഘടനയെ നിരോധിച്ചത്. ഭീകരപ്രവർത്തനത്തിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു നിരോധനം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി TRF പ്രദേശത്തെ സാധാരണക്കാരെയും സഞ്ചാരികളെയും കശ്മീരി പണ്ഡിറ്റുകളെയും അതിഥി തൊഴിലാളികളെയും ഒക്കെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. 2024 ഒക്ടോബറിൽ കാശ്മീരിൽ ഗന്ദർബാൽ ജില്ലയിൽ നടന്ന ആക്രമണത്തിൽ ഒരു ഡോക്ടറടക്കം 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2022 ഏപ്രിൽ 1 മറ്റൊരു പ്രധാന ആക്രമണം. കുപ്വാരയിൽ നടന്ന ആക്രമണത്തിൽ 5 ഇന്ത്യൻ പാരാ കമാൻഡോകൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെല്ലാം പിന്നിൽ TRF ആണെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. സാജിദ് ജാട്ട്, സജ്ജാദ് ഗുല്ല്, സലീം റഹ്മാനി എന്നിവരാണ് സംഘടനയുമായി ബന്ധപ്പെട്ട പ്രധാന പേരുകൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.